ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിൽ ഷാഫി പറമ്പിൽ എംപിയും രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയും സഞ്ചരിച്ച വാഹനം പരിശോധിച്ചു പോലീസ്. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് പരിശോധന നടന്നത്. വാഹനത്തിൽ നിന്ന് പെട്ടി പുറത്തിറക്കി പരിശോധിച്ചതോടെ ഉദ്യോഗസ്ഥരോട് നേതാക്കൾ കയർത്തു. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പതിവ് പരിശോധന നടത്തുകയായിരുന്നുവെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. ജനപ്രതിനിധികൾ ഉൾപ്പെടെ പരിശോധനയോട് സഹകരിക്കണമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഇലക്ഷൻ വന്നത് മുതൽ 19 തീയതി വരെ പരിശോധനയുണ്ട്. എല്ലാ വാഹനങ്ങളും തടഞ്ഞു നിർത്തിയിട്ട് പരിശോധിക്കുന്നുണ്ട്. അല്ല, അങ്ങനെയൊന്നും നോക്കുന്നില്ല. നമ്മൾ തടഞ്ഞു നിർത്തി കഴിയുമ്പോൾ അവർ പറയാറുണ്ട് ജനപ്രതിയാണ്, എന്നാലും അവർ സഹകരിക്കാറുണ്ട്. അല്ലാതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. തങ്ങൾക്കെതിരെയുള്ള പരിശോധന ആസൂത്രിത നീക്കമാണെന്ന് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും പറഞ്ഞു. ഞങ്ങൾ ഈ പരിശോധനയോട് പൂർണ്ണമായിട്ട് സഹകരിച്ച് വണ്ടി അവിടെ നിർത്തി ഇതെടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് ആ പെട്ടി പുറത്തുനിന്ന് കണ്ടിട്ട് ഇനി പൊക്കോട്ടെ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇൻറ്റൻഷൻ എന്താ? നിങ്ങൾ പറ, പെട്ടിക്കുള്ളിൽ എന്താണെന്നുള്ളത് അവർ പറയണ്ടേ, അവർ നോക്കണ്ടേ? അത് നോക്കാണ്ട് പെട്ടി കണ്ടിട്ട് ഇനി പൊക്കോട്ടെ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇൻറ്റൻഷൻ എന്താ? പരിശോധനയോടുള്ള ആത്മാർത്ഥതയാണ് ഈ പരിശോധിക്കണം. ഇനി അത്ര ഡ്യൂട്ടി ബൗണ്ട് ആയിട്ടുള്ളതാണെങ്കിൽ രാഷ്ട്രീയോ ഒന്നും നോക്കാതെ മറ്റെല്ലാവരുടെയും പരിശോധിക്കണമായിരുന്നു. അതിന് അവർക്ക് തന്നെ ഒരു എക്സാമ്പിളും കോട്ട് ചെയ്യാനില്ല. ഞങ്ങളുടെ തൊട്ട് മുന്നിൽ വാഹനങ്ങളുണ്ട്, ഞങ്ങളുടെ പിന്നിൽ വാഹനങ്ങളുണ്ട്. അപ്പോൾ ഒരു വാഹനം നിർത്തുന്നു, ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ടാണ് അതിനോട് സഹകരിച്ചത്. ഞങ്ങൾ വണ്ടി നിർത്തുന്നു, MPയുടെ മുഖത്തേക്ക് ടോർച്ച് അടിക്കുന്നു. ഓക്കെ, ആയിക്കോട്ടെ. എന്നിട്ട് ടോർച്ച് വെച്ചിട്ട് തന്നെ, ഒരു വാക്കുപോലുമില്ല, ടോർച്ച് വെച്ചിട്ട് തന്നെ വളരെ ഇൻസൾട്ടിംഗ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറയുന്നു. ഞങ്ങൾ എല്ലാവരും ഇറങ്ങി. ഞങ്ങളതൊരു തമാശയായിട്ടാണ് എടുത്തത്. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നു, MPയോട് ഡിക്കി തുറക്കാൻ പറയുന്നു, ഡിക്കി തുറക്കുന്നു. പെട്ടിയെടുത്ത് വെളി വെക്കാൻ പറയുന്നു, പെട്ടിയെടുത്ത് വെളി വെക്കുന്നു. അത് കഴിയുമ്പോൾ തിരിച്ചെടുത്ത് വെക്കാൻ പറയുന്നത് അത് ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അത് പരിശോധിക്കാൻ വേണ്ടിയിട്ടല്ല. അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് നിലമ്പൂരിൽ നിന്ന്. അരുൺ, കഴിഞ്ഞ ദിവസം രാത്രി നടന്ന പരിശോധനയെ തുടർന്നാണ് ഇത്തരത്തിൽ കോൺഗ്രസ് നേതാക്കൾ ഒരു പരാതി ഉന്നയിച്ചിരിക്കുന്നത്. അവർ പറയുന്നത് തങ്ങളെ അപമാനിക്കാൻ, അല്ലെങ്കിൽ ഇത് തങ്ങൾക്കെതിരെയുള്ള ഒരു ആസൂത്രിത നീക്കമെന്നാണ്. തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ഇത് തങ്ങളെ അപമാനിക്കാൻ വേണ്ടി ചെയ്തതാണ് എന്നുള്ളതാണ്. പക്ഷെ സ്വാഭാവികമായിട്ടും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്നുള്ളത് ഇത് ഒരു സ്വാഭാവിക നടപടിയാണ്. ഈ പരിശോധന അത് 4 ഭാഗങ്ങളിൽ, മണ്ഡലത്തിന്റെ വിവിധ ഇടങ്ങളിലായി 4 ഭാഗങ്ങളിൽ നടത്തുന്നുണ്ട്. 3ഉം 4ഉം ഷിഫ്റ്റുകളായിട്ടാണ് തങ്ങൾ ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ രാത്രിയും പകലുമില്ലാതെ പരിശോധന നടത്തുന്നത്. അത്തരത്തിലൊരു പരിശോധനയായിരുന്നു ഈ കനാലി പ്ലോട്ടിൽ നടന്നത്. പക്ഷെ ആ സമയത്താണ് ഇത്തരത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും അനാവശ്യമായിട്ട് അതിനെ വലിയ രീതിയിൽ ബഹളം വയ്ക്കുകയും ഉദ്യോഗസ്ഥരെ തന്നെ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തത്. പാരിതോഷികം തരാം എന്നൊക്കെ തരത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയത്. ഏതായാലും അത് തീർച്ചയായിട്ടും ഈ ഉദ്യോഗസ്ഥരുടെ കൃത്യലംഘനം തടസ്സപ്പെടുത്തുകയും ഒപ്പം ഉദ്യോഗസ്ഥർക്ക് നേരെയുള്ള ഭീഷണിയായിട്ട് തന്നെയാണ് ഉദ്യോഗസ്ഥരും കാണുന്നത്. ഇനി അതിൽ ഏതെങ്കിലും തരത്തിൽ ഇവർക്കെതിരെ കേസെടുക്കുകയോ മറ്റു നടപടികളിലേക്ക് കടക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു സ്ഥിതിയാണ്. അതേസമയം തന്നെ വിവിധ ഈ നേതാക്കൾ ഇതിൽ പ്രതികരണവുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ടും കോൺഗ്രസ് നേതാക്കളൊക്കെ ഇതിനെ ഇവർക്ക് നേരെ ഉണ്ടായ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള അതിക്രമമാണ്, ബോധപൂർവം ഈ രാഹുലിനെയും അതുപോലെ തന്നെ ഷാഫിയെയും ഒക്കെ അപമാനിച്ചതാണ് എന്നൊക്കെ തരത്തിലുള്ള ഒരു പ്രതികരണവുമായിട്ടാണ് കോൺഗ്രസ് നേതാക്കൾ ഈ വിഷയത്തിൽ രംഗത്തെത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഇതിനെ വളരെയധികം ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമായി ലാഭം കൊയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് കോൺഗ്രസ് ഇതിൽ പരിശോധിക്കുന്നത്. അതേസമയം തന്നെ സർക്കാരിനെതിരെയല്ല, ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്നതാണ് ഈ സംഭവത്തിൽ MP ഗോവിന്ദൻ ഉൾപ്പെടെ പ്രതികരിക്കുന്നത്. ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്. മാത്രമല്ല, തങ്ങൾക്ക് അതിൽ യാതൊരു ബന്ധവുമില്ല എന്ന് മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയതൊക്കെ താന്തോന്നിത്തരമാണ് എന്നുൾപ്പെടെയുള്ള വിമർശനം MP ഗോവിന്ദൻ വിഷയത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ BJPയും ഇതിൽ പ്രതികരണവുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. നേരത്തെ അല്പസമയം മുൻപാണ് AP അബ്ദുള്ളക്കുട്ടി വിഷയത്തിൽ പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞു ഇതൊക്കെ ഒരു നാടകം കളിയാണ്, ഈ ഷാഫിയും അതുപോലെ തന്നെ രാഹുലും ഒക്കെ വല്ല സിനിമയിലോ അല്ലെങ്കിൽ സീരിയലിലൊക്കെ പോയി അഭിനയിക്കണം, ഇത്തരം തമാശകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വേഷങ്ങൾ എന്നുള്ളതാണ് AP അബ്ദുള്ളക്കുട്ടി ഇതിൽ വിമർശനവുമായിട്ട് ഉന്നയിച്ചിരിക്കുന്നത്. ശരി.